നമസ്കാരം. പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയിട്ടും താഴെത്തട്ടിലുള്ള സ്വന്തം അണികൾ വരെ പരസ്യമായി തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടും AKG സെന്ററിലെ ആ സെക്രട്ടറി കസേര എങ്ങനെയെങ്കിലും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള താത്വിക അവലോകനത്തിലാണ് ഇപ്പോഴും ഗോവിന്ദൻ മാഷ്. കേരളത്തിൽ CPM നേരിട്ട ചരിത്രത്തിലെ ഏറ്റവും കനത്ത തകർച്ചയുടെ കാരണങ്ങൾ തിരഞ്ഞു പോയാൽ നമ്മൾ ചെന്നെത്തുന്നത് AKG സെന്ററിലെ നേതൃമാറ്റത്തിലേക്കാണ്. മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ സർക്കാരിലോ മുന്നണിയിലോ ഭരണത്തിലോ ഇത്തരത്തിലുള്ള യാതൊരുവിധ അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും കൃത്യമായി നിയന്ത്രിക്കാനും ജനവികാരം മനസ്സിലാക്കാനും കോടിയേരിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം അസുഖബാധിതനായി മരണപ്പെട്ടതിന് പിന്നാലെ പിണറായി വിജയന്റെ വെറും ഒരു ശിങ്കിടി മാത്രമായ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതോടെയാണ് പിണറായി വിജയൻ ഇത്രത്തോളം വഷളായതും പാർട്ടി അധംപതിച്ചതും. അണികളെയും ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു സർക്കാരായി പിണറായി ഭരണം മാറിയത് ഗോവിന്ദന്റെ തണലിലാണ്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ട് നടത്തിയ ഓരോ പ്രസ്താവനകളും വിഡ്ഢിത്തം നിറഞ്ഞതായിരുന്നു എന്ന് സ്വന്തം അണികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കേരയിൽ പ്രസംഗമായിരുന്നല്ലോ. കേരയിൽ വന്നു കഴിഞ്ഞാൽ ഷൊർണൂരിലുള്ള സ്ത്രീകൾക്ക് രാവിലെ അപ്പമുണ്ടാക്കി വിൽക്കാൻ കൊച്ചിയിൽ വരാമെന്നും ഉച്ചയ്ക്ക് അതേ ട്രെയിനിൽ തിരികെ പോയി വീട്ടിലിരുന്ന് ഉണ്ണാമെന്നുമായിരുന്നു ഗോവിന്ദൻ തട്ടിവിട്ടത്. ഇത്തരം അപഹാസ്യകരമായ നിലപാടുകളാണ് പാർട്ടിയെ ജനങ്ങൾക്ക് മുന്നിൽ കോമാളികളാക്കിയത്. ആരെന്ത് പറഞ്ഞു കൊടുത്താലും പിണറായി വിജയൻ അത് ചെയ്യും. പിണറായി ചെയ്യുന്ന തെറ്റുകൾ തിരുത്തി കൊടുക്കാനുള്ള യാതൊരുവിധ രാഷ്ട്രീയ ഗ്രാഹ്യവും ഈ പാർട്ടി സെക്രട്ടറിക്ക് ഇല്ലായിരുന്നു. ഈ വിഡ്ഢിത്തങ്ങളുടെ അനന്തരഫലമാണ് ഇത്തവണ CPM-നേറ്റ കനത്ത പരാജയം. പാർട്ടിക്കുള്ളിൽ കുടുംബവാഴ്ചയും സ്വന്തക്കാരെ തിരികെ കയറ്റലുമാണ് ഗോവിന്ദൻ നടപ്പിലാക്കിയത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിനെതിരെ മുതിർന്ന നേതാവ് TK ഗോവിന്ദൻ ശക്തമായ എതിർപ്പുമായും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ആ എതിർപ്പുകളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഗോവിന്ദൻ സ്വന്തം ഭാര്യയ്ക്ക് അവിടെ സീറ്റ് നൽകിയത്. താൻ അവിടുത്തെ MLA ആയിരുന്നപ്പോൾ തുടങ്ങിവെച്ച പല പദ്ധതികളും പാതി വഴിയിലായിരുന്നു. അതിൽ പലതിലും വലിയ അഴിമതികളാണ് നടന്നിട്ടുള്ളത്. മറ്റാരെങ്കിലും അവിടെ ജയിച്ചു വന്നാൽ ഈ കോടികളുടെ അഴിമതികളെല്ലാം പുറത്താകുമെന്ന ഭയം കൊണ്ടാണ് ഭാര്യയെ തന്നെ അവിടെ മത്സരിപ്പിക്കാൻ ഗോവിന്ദൻ മാഷ് വാശി പിടിച്ചത്. പാർട്ടി ഓഫീസിൽ പോകുന്ന ശീലം പോലും ഇല്ലാത്ത ഗോവിന്ദൻ മാഷിനെ കാണാൻ അണികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് മുഖം കാണിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു. CPM-ന്റെ കീഴ്ഘടകങ്ങളിൽ നിന്നും സാധാരണ അണികളിൽ നിന്നും ഇത്രയും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും പിണറായി വിജയനും MV ഗോവിന്ദനും തങ്ങളുടെ കസേരകളിൽ തന്നെ തുടരണമെന്ന് വാശി പിടിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്. മറ്റാരെങ്കിലും ഈ സ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാലം ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിക്കൂട്ടിയ അഴിമതികൾ മുഴുവൻ പുറത്തു വരികയും ഇവർ ജയിലിലാവുകയും ചെയ്യും. എന്നാൽ കേരളത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങൾ പറയുന്നത് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തും തന്നെ തുടരണമെന്നാണ്. കാരണം കമ്മ്യൂണിസം നിലനിന്നിരുന്ന ലോകത്തിലെ ഒരു നാടും ഇന്നേ വരെ ഗതി പിടിച്ച ചരിത്രമില്ല. ബംഗാളും ത്രിപുരയും ഒക്കെ അത് കൃത്യമായി തെളിയിച്ചതുമാണ്. കേരളത്തിൽ നിന്നും കമ്മ്യൂണിസം പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടാനും സംസ്ഥാനം രക്ഷപ്പെടാനും ഇവർ രണ്ടാളും ഈ സ്ഥാനങ്ങളിൽ തുടരുക തന്നെ വേണം.